പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 മാർച്ച് 11 കേരളത്തിൽ സന്ദർശനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDAയുടെ പ്രചാരണ പരിപാടിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കൊച്ചി കലൂരിൽ പ്രധാനമന്ത്രി ആവേശകരമായ റോഡ് ഷോ നടത്തി. തുടർന്ന് നടന്ന NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം സംസാരിച്ചു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, भारत माता की। अखिल केरला धीवरा सभा आज अपनी 50th एनिवर्सरी मना रही है। पिछले 50 ईयर्स से ये संगठन फिशरमैन समुदाय के अधिकारों की रक्षा के लिए निरंतर काम कर रहा है। ഇന്ന് നാം എല്ലാവരും ഐതിഹാസികമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അഖില കേരള ധീവരസഭ ഇന്ന് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സംഘടന കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. 50 വർഷത്തെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ സേവന മനോഭാവവും ഉൾപ്പെട്ടിട്ടുണ്ട്. प्रधानमंत्री ब्लेसिंग देने के लिए आए हैं। मेरे लिए तो जनता जनार्दन ही भगवान है। मैं ब्लेसिंग लेने के लिए आया हूं। ഇപ്പോൾ നമ്മുടെ ദിനകരൻജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് നമുക്ക് അനുഗ്രഹം തരാനാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ, ജനതയാണ് ജനാർദ്ദനൻ. ഞാൻ നിങ്ങളിൽ നിന്നും അനുഗ്രഹം തേടാനാണ് എത്തിയിരിക്കുന്നത്. मेरे मलयाली भाई बहनों का लंबा इंतजार पूरा हुआ है। आप सभी की बरसों से इच्छा थी कि केरला का नाम बदलकर केरलम किया जाए। केंद्र की हमारी बीजेपी NDA सरकार ने इस प्रस्ताव को मंजूरी दे दी है। भारत के इतिहास का अहम हिस्सा है। इस धरती के महान गौरव को संजो कर रखने के लिए मैं आप सबकी हृदय से बहुत बहुत सराहना करता हूं। സമുദ്രത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം, അതിനായി കുറുമ്പദേവിയുടെ പൂജ, ശ്രീ കുറുമ്പക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രയത്നം, ഇവയൊക്കെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ഭാരതം നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. ദേശീയപാത 66-ലെ NH 66 2 റീച്ചുകൾ ഉൾപ്പെടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള ആവശ്യം കേന്ദ്രം പരിഗണിച്ചതായും മലയാളിയുടെ സംസ്കാരത്തിന് അനുയോജ്യമായ പേര് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തുകിടക്കാൻ കേരളം ആഗ്രഹിക്കുന്നതായും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിനൊപ്പമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ധീരവസഭ സുവർണ ജൂബിലി വേദിയിലും അദ്ദേഹം പങ്കെടുത്തു.